എന്താണെന്ന് നിങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയാൽ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്നർത്ഥം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് ബ്ലഡ് സെൽസ് മൂലമാണ്. ക്യാൻസർ സെൽസ് എവിടെയാണ് വികസിക്കുന്നത്? ബ്ലഡ് സെൽസിനുള്ളിൽ. കൊറോണ സെൽസ് എവിടെ നിന്നാണ് പ്രവേശിക്കുന്നത്? അതും ബ്ലഡ് സെൽസിനുള്ളിൽ. എന്തുകൊണ്ടാണ് ലോകത്ത് രോഗങ്ങൾ ഉണ്ടാകുന്നത്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായ അളവിൽ ഹാർട്ടിലേക്ക് രക്തം ലഭിക്കാത്തതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പക്ഷാഘാതം വരുന്നത്? ഓർഗൻസിന് ശരിയായ അളവിൽ ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കാതെ വരുമ്പോൾ അത് ശരീരഭാഗങ്ങളുടെ പ്രവർത്തനം നിർത്തുന്നു. ഏത് രോഗവും എടുത്തോളൂ, പക്ഷാഘാതം മുതൽ നിങ്ങൾക്കറിയാവുന്ന ഏത് രോഗവും ആയിക്കോട്ടെ, അതിന്റെ മൂല കാരണം ഒന്ന് തന്നെയായിരിക്കും: ബ്ലഡ് സർക്കുലേഷന്റെ കുറവും ഓക്സിജന്റെ കുറവും. ഏത് രോഗമായാലും ജോയിന്റ് പെയിൻ, ബോഡി പെയിൻ. എന്തുകൊണ്ടാണ് ബോഡി പെയിൻ ഉണ്ടാവുന്നത്? എന്റെ കൈക്ക് ഇപ്പോൾ വേദനയുണ്ട്. അപ്പോൾ ആ വേദനയുടെ കാരണം എന്താണ്? കാരണം ആ ഏരിയയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൃത്യമായി എത്താത്തത് കൊണ്ടാണ്. പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തത് കൊണ്ടാണ് ആ ഭാഗത്ത് വേദന ഉണ്ടാവുന്നത്. ഈ വേദനയുള്ള ഭാഗത്ത് ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് വേദന ഉണ്ടാവുന്നത്. പിന്നെ മാഗ്നറ്റ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വിതരണം ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്ന ജോലി ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെട്ടാൽ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. അതിനാൽ ബയോമാഗ്നറ്റിസം നിങ്ങളുടെ ശരീരത്തിൽ പ്രകൃതിദത്തമായ ഒരു വേദന സംഹാരിയാണ്. നമ്മുടെ ശരീരത്തിൽ 78 പ്രധാന അവയവങ്ങളുണ്ട്. കൂടാതെ 72,000